ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക്കലെ. കുപ്പികളെന്ന് പറയുന്നത് നമുക്കിപ്പോഴും വലിച്ചെറിയാനുള്ളൊരു വസ്തു മാത്രമാണ്. പക്ഷേ നമ്മൾ വലിച്ചെറിയുന്ന കുപ്പികളുടെ മാഹാത്മ്യം നമ്മളൊരിക്കലും മനസ്സിലാക്കാറില്ല. നമ്മൾ വലിച്ചെറിഞ്ഞ കുപ്പികളെ നമുക്ക് തന്നെ നമ്മുടെ സ്വീകരണമുറിയിലേക്ക് ക്ഷണിച്ചാലോ? അപ്പം നമുക്ക് നേരെ നമ്മുടെ ഇതിലിട്ട് പോകും. ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത് ഈ കുപ്പിയിലാണ്. ഇന്നത്തെ ആർട്ട് ചെയ്യാനായിട്ട് ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു കുപ്പിയായിരുന്നു നമുക്ക് ആവശ്യം. പക്ഷേ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് നമുക്കത്ര ഫ്ലാറ്റ് ആയിട്ടുള്ള കുപ്പിയൊന്നും അല്ല ലഭിച്ചത്. ഇതേപോലുള്ളൊരു കുപ്പിയാണ്. ഈ കുപ്പിയിലേക്ക് ഒരു ബേസ് കോട്ട് അടിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ലൈറ്റ് ബ്ലൂ കളറാണ്. അതുപയോഗിച്ച് എങ്ങനെ ഈ ബോട്ടിലേക്ക് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മളിതുപോലുള്ള ഒരു സ്പോഞ്ച് ഉപയോഗിച്ചാണ് നമ്മുടെ കുപ്പിയിലേക്ക് ബേസ് കോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ അടിച്ചെടുത്തിരിക്കുന്നത് ഫസ്റ്റ് കോട്ടാണ്. ഇത് ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ട് കൂടി ഇതിലേക്ക് അപ്ലൈ ചെയ്യും. നമ്മളിപ്പോൾ 2 കോട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കും നല്ലൊരു ഫിനിഷിംഗ് ആണ് 2 കോട്ട് അടിച്ചെടുക്കുമ്പോഴത്തേക്കും. നമുക്കിനി ഇതിലേക്ക് ഒരു പിക്ചർ വരച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഗ്ലാസ് പെയിൻറ്റിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഔട്ട്ലൈനറാണ്. ഇതുപയോഗിച്ച് ഇലയോട് കൂടിയ ഒരു മുന്തിരിക്കൊല നമുക്കിതിലേക്ക് വരച്ചെടുക്കാം. അങ്ങനെ ബോട്ടിലൊരു മുന്തിരിക്കയുടെ പിക്ചർ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കളർ അപ്ലൈ ചെയ്യണം. ഞാൻ ആദ്യം കളർ കൊടുക്കാനായിട്ട് പോകുന്നത് ഇതിൻ്റെ ഇലയ്ക്കാണ്. അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ഡാർക്ക് കളർ ഗ്രീനും അതുപോലെ തന്നെ ഒരു ലൈറ്റ് കളർ ഗ്രീനുമാണ്. ഇതുപയോഗിച്ച് നമുക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കാം.
നമ്മൾ പെയിൻറ് ചെയ്തപ്പോൾ ഇതേപോലുള്ള കുറച്ച് ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അത് ഈ ഔട്ട്ലൈനർ ഉപയോഗിച്ച് നമുക്ക് ഒന്നുകൂടി വരച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ബോർഡിൽ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഗ്ലേസിങ്ങിനായിട്ട് ഫർണിച്ചറിലൊക്കെ യൂസ് ചെയ്യുന്ന ഗ്ലോസി പെയിൻറ് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ബോർഡിൽ ഗ്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇതുപോലുള്ള റിബണും റോസാപ്പൂവുമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളെപ്പോലുള്ള വ്യൂവേഴ്സാണ് ഞങ്ങളെപ്പോലുള്ള തുടക്കക്കാരുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്ന ബെല്ലൈക്കൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇറ്റ്സ് മീ ഷിജു സൈനിങ് ഓഫ്.